നമസ്കാരം. നമുക്ക് ബിഗ് ബോസ് വീക്കിലോട്ട് ഒന്ന് പോവാം. കുറച്ച് കണ്ടന്റ് കിട്ടിയിട്ടുണ്ട്, അതുവഴി കണ്ടം വഴി ഓടാം. ഓക്കെ, ഇന്നലെ ഒരു കമന്റ്, പുള്ളി ഫണ്ണിയായിട്ടായിരിക്കും, ഞാനും ഫണ്ണിയായിട്ട് തന്നെ കേട്ടോ അതിന് മറുപടി ആയിരുന്നത്. ദേവു ഈ റെഡ് ബ്ലൗസ് മാത്രമുള്ളോ എന്ന് ചോദിച്ചിട്ട് ഒരു കമന്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ എന്ത് ഡ്രസ്സ് ഇടണം, എവിടെ പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനല്ലേ. അപ്പോ അത് എന്റെ മാത്രം ഇഷ്ടമല്ലേ. വീഡിയോയിലൂടെ ഞാൻ എന്ത് മെസ്സേജ് തരുന്നു, എന്താണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ പോരെ. അപ്പൊ ഒരു പക്ഷെ എപ്പോഴും ഈ ഡ്രസ്സ് തന്നെ ഇടുമ്പോൾ ശ്രദ്ധിക്കില്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. ശ്രദ്ധിക്കരുത്, കാരണം ശ്രദ്ധിക്കാതെ ഇരിക്കുന്നതാണ് എന്ത് മാനേഴ്സും മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഞാനിപ്പോ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, ഇന്നത്തെ കണ്ടന്റ് മുഴുവനും ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓരോ കണ്ടന്റിനും ഓരോ ഡ്രസ്സ് ഇട്ട് ഒരുങ്ങി വരാനൊന്നും തീരെ താല്പര്യമില്ല. ബിക്കോസ് ഐ ബിലീവ് ഇൻ വാട്ട് ഐ എം ടെല്ലിങ്. വോയിസ് യുവർ റൈസ് ഓൺ ടൈം. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ഇങ്ങനെ പറയാൻ തോന്നുമ്പോൾ തിങ്ക് വൈ ഷുഡ് ഐ ബോദർ, ഐ മീൻ വൈ ഷുഡ് യു ഗൈസ് ബോദർ. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ഡ്രസ് ഇട്ടിട്ടാണ് വീഡിയോ കാണുന്നുണ്ടാവുക എന്നൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ടും കമന്റ് സെക്ഷനൊക്കെ ഒരുപാടുണ്ട്. ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഇന്ററാക്ഷൻസ് എന്റെ ഭാഗത്തുനിന്ന് കുറവാണ്. ദാറ്റ് ഐ വിൽ മാനേജ്. അപ്പം മസ്താനി എവിറ്റഡ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഔട്ടായിരുന്നു അത്. കേരളത്തില് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പടക്കം പൊട്ടിച്ച ഒരാള് മസ്താനി അല്ലെങ്കിൽ ഒരാളുടെ എവിഷൻ എൻജോയ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ മസ്താനി യു ആർ എവിറ്റഡ് എന്ന് ലാലേട്ടൻ പറയുന്നതിന്റെ ഒപ്പം തന്നെ ടക 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 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുത്തുപാട്ടാണ്, മീൻ തമിഴിലെ റാപ്പ് ബീറ്റ്സ് കാര്യങ്ങളാണ്. വൈ? ബിക്കോസ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും കർമ്മ. അതായത് ബിന്നി പറഞ്ഞ മാതിരി പാക്ക് ചെയ്ത് വെച്ചോ എടുത്തു വെച്ചോ എന്ന് പറഞ്ഞ സാധനം തന്നെ തിരിച്ച് ഉൾട്ടടിച്ചിരിക്കുകയാണ്. എന്തൊക്കെ തന്നെ ആയാലും അതിന്റെ ഉള്ളിലെ ഗെയിമാണ്. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ ലെറ്റ്സ് ഡൺ. പിന്നെ അത്രയും ഹാർഡ് കോർ ആയിട്ടുള്ള ദേഷ്യവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ ഉപദ്രവിക്കാൻ നിൽക്കരുത്. ജസ്റ്റ് കീപ് എ ഡിസ്റ്റൻസ്. ഞാനും അങ്ങനെ പലരോടും ചെയ്യുന്നുണ്ട് സീസൺ 5. യുനോ ഐ ഡോണ്ട് വാണ്ട് ടു ക്രിയേറ്റ് എ ന്യൂ ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ ഉള്ള ഫ്രണ്ട്ഷിപ്പ് പുതുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിൽ രണ്ടുമൂന്ന് പേരോട് ഞാൻ ജസ്റ്റ് സ്റ്റേ അവേ കാണിക്കുന്നുണ്ട്. ബട്ട് അവര് വിളിച്ചാലും സംസാരിക്കുകയും ചിരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. സോ മസ്താനിക്ക് ഇപ്പം മസ്താനിയെ പോലെ അത്ര ലോ ആയിട്ടൊന്നും അപ്പാനി ഗെയിം കളിച്ചിട്ടില്ല. അപ്പാനി കുറച്ച് ഷോർട്ട് ടെമ്പേർഡാണ്, കുറച്ച് പറയാൻ പാടാത്ത വാക്കുകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും മസ്താനിയുടെ അത്ര അധപ്പതിച്ചിട്ട് ഒരു ഗെയിം അവിടെ കളിച്ചിട്ടില്ല. ടു ബി ഫ്രാങ്ക് ഞാൻ പറയാണ്. ഇത്രയും നാണം കെട്ട് ഇറങ്ങിയ ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസിൽ വേറെ ഇല്ല. കാരണം ആ സമയത്ത് ആര്യൻ അത് ഓർത്തു വെച്ച് വന്ന് ഗെയിം കളിച്ചപ്പോ എനിക്ക് മുകളിൽ അയവ എന്ന് തോന്നി. പിന്നെ ക്ഷമിക്കാനുള്ള മനസ്സ്, അല്ലെങ്കിൽ അനു പറഞ്ഞ മാതിരി അവരങ്ങനെ ചെയ്താൽ പിന്നെ എന്താണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. ഈ ഒരു വ്യത്യാസം എല്ലായിടത്തും അപ്ലിക്കബിൾ അല്ല. കാരണം എല്ലാവരും പറയും അങ്ങനെ ചെയ്താൽ പിന്നെ എന്താണ് വ്യത്യാസം ഉള്ളത് എന്നുള്ളത്. അത് നോക്കിയും കണ്ടും വേണം ചെയ്യാനായിട്ട്. കാരണം ഇതാണ് ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അതവിടെ തിരിച്ചു കൊടുത്തു. അതിലും നോറയ്ക്കും സപ്പോർട്ട് ഇഷ്ടമായി. ആരും നല്ല രീതിയിൽ റീച്ച് ആയി. കാരണം ദിസ് ഇസ് ഫോർ യു, ദിസ് ഇസ് ഫോർ അപ്പാനി എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഔട്ട് കൊടുത്തു. അപ്പോ നമ്മുടെ അക്ബർ പറഞ്ഞ മാതിരി ഇപ്പോ മസ്താനിക്ക് മനസ്സിലായിട്ടുണ്ടാവും പുറത്തിറങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, ഒരാൾ ചിരിക്കുമ്പോഴും ഡാൻസ് കളിക്കുക. അതായത് ഒരാൾക്ക് ഒരു സങ്കടം വരുമ്പോൾ ചിരിക്കുക എന്ന് പറയുന്ന സംഭവം വളരെ മോശമാണ്. അതേപോലെ ഇറങ്ങിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, അവിടെ ഷാനവാസും പലരും വന്നിട്ട് ബായ് പറഞ്ഞിട്ടും ബായ് കൊടുത്തില്ല. വൻ ആറ്റിറ്റ്യൂഡായിരുന്നു. ജിഷിനോടും പിന്നെ വേറെ ആരോടോ ലക്ഷ്മിയോടൊറ്റയാണ് പ്ലേ വെൽ എന്നുള്ള ഗെയിം പറഞ്ഞിട്ട് പോയതല്ലാതെ വേറെ ആരോടും പറഞ്ഞില്ല. അത് നമ്മുടെ സാബുമോൻ അവിടെ പറയുന്നുണ്ട്. ആറ്റിറ്റ്യൂഡ്, റോങ് ആറ്റിറ്റ്യൂഡ്, വൈ ഷുഡ് വി ബോദർ, അത് അവർ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ഔട്ട് കൊടുത്തിട്ടാണ് ആളെ ഇറങ്ങിയത്. എയർപോർട്ടിൽ എത്തിയപ്പോഴും എണ്ണി എല്ലാത്തിനും മറുപടി പറയുന്നതാണ് പറഞ്ഞത്. എത്ര എണ്ണി പറഞ്ഞു കഴിഞ്ഞാലും ആള് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി. ഈ ഒരു സിഗ്നേച്ചർ എപ്പോഴും മസ്താനിയുടെ കൂടെ ഉണ്ടാവും. അൺഫോർച്ചുനേറ്റ്ലി ഗെയിം പ്ലാൻ പക്ക ചീഞ്ഞുപോയി.